കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം ഇത്തിരി സർപ്രൈസിങ് ആണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി അവതാളത്തിലാകാൻ പോവുകയാണ്, ബ്ലാസ്റ്റേഴ്സ് പൂട്ടിക്കെട്ടാൻ പോവുകയാണ് എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കുറേ ദിവസമായിട്ട് കേൾക്കുന്നത്. പക്ഷേ എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ചില ശുഭസൂചനകളുടെ വാർത്തകൾ കൂടി പുറത്തേക്ക് വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കായി മനം കവർന്ന പ്രകടനം കാഴ്ചവെച്ച കുറേ അധികം താരങ്ങളുടെ കരാറ് ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്ന സീസണുകളിലേക്ക് വേണ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഇൻസൈഡ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കുറഞ്ഞ പോലെയുള്ള ട്വിറ്റർ ഹാൻഡിലുകളിൽ ആക്റ്റീവായിട്ടുള്ള ക്രെഡിബിൾ സോഴ്സിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും കടുത്ത പ്രതിസന്ധിയുടെ ഈ കാലത്ത് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ കോൺട്രാക്റ്റ് ദീർഘിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മികച്ച കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് പ്രത്യേകം എടുത്ത് ആവർത്തിച്ചുറപ്പിച്ച് പറയേണ്ട ഒരു സംഗതിയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു താരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു താരം പർട്ടിക്കുലർലി നെയിം ആരാണ് എന്താണ് എന്നൊന്നും എടുത്ത് പറയുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ കാര്യങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ കൊണ്ടാണ്. അല്പലാഭം വരും ചേരും എന്നൊക്കെ പറയത്തില്ലേ, മര്യാദയ്ക്ക് FSDL നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലീഗിൽ നിന്നും തങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന മരമാക്രികൾ കാണിച്ച കുത്തിക്കിഴപ്പിൻ്റെ എഫക്റ്റായിട്ട് ഇവിടെ ഒരു ടീമും ഒരു ക്ലബ്ബും സസ്റ്റെയിൻ ചെയ്യാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ലിറ്ററലി ഇന്ത്യൻ ഫുട്ബോൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ല ഇവന്മാർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നത് ആരാധകർക്കൊരു ശുഭസൂചനയാണ്.